നമുക്ക് കൊച്ചിയിലേക്ക് കൂടി പോകണം. അതിന് ഈ മിഥുൻ സൂചിപ്പിച്ചതുപോലെ വളരെ നിർണായകമായ പല കേസുകളും, അതായത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുള്ള കേസുകൾ പലതും കൊച്ചിയിലാണുള്ളത്. അപ്പോൾ നമുക്ക് കൊച്ചിയിൽ നിന്നുള്ള അപ്ഡേറ്റിലേക്കാണ് ഇനി പോകേണ്ടത്. രേഷ്മ ബാബുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രേഷ്മ, കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം ഉടൻ തന്നെ കണ്ണൂരിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഈ കണ്ണൂരിലെ ഈ കേസ് എന്ന് പറയുന്നത് സൈബർ കേസാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. അപ്പോൾ എപ്പോഴേക്കും ഈ കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം കണ്ണൂരിൽ എത്തും? ഒപ്പം തന്നെ എങ്ങനെയാണ് കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിന്റെ വിശദാംശം? രാഖി, ഏറ്റവും വേഗത്തിൽ തന്നെ കണ്ണൂരിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള നടപടികളാണ് കോതമംഗലം പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. കോതമംഗലത്ത് ഒരു കേസ് അർജുൻ അയങ്കിക്കും അതോടൊപ്പം തന്നെ സഹായികൾക്കുമെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെയാണ് കണ്ണൂരിൽ സൈബർ പോലീസ് ഒരു കേസ് എടുത്തത്. അതിൽ ജാമ്യം കിട്ടാവുന്ന വകുപ്പാണ് ചുമത്തപ്പെട്ടിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും കോതമംഗലത്ത് നിന്നുള്ള പോലീസ് സംഘം കണ്ണൂരിലെത്തിയ ശേഷം ഇവിടുത്തെ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി നേരെ കോതമംഗലത്തേക്ക് കൊണ്ടുവരും. ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇങ്ങോട്ടേക്ക് എത്തിക്കുക. വൈകുന്നേരത്തോടു കൂടി എത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവിടെ കോതമംഗലം പോലീസ് എടുത്തിട്ടുള്ള കേസിൽ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ തന്നെയാണ്, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കുമെന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തി സോഷ്യൽ മീഡിയ വഴി അത്തരം സന്ദേശങ്ങൾ അയച്ചു, അത്തരം ഭീഷണി ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ FIR ഇട്ടിരിക്കുന്നത്. നേരത്തെ ഈ പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി അർജുൻ അയങ്കിയുടെ സഹായികൾക്ക് 4 പേർക്ക് കഴിഞ്ഞ ദിവസമാണ് ജാമ്യം അനുവദിച്ചത്. അർജുൻ അയങ്കിയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർക്കായിരുന്നു ജാമ്യം നൽകിയത്. അതോടൊപ്പം തന്നെയാണ് ഈ അർജുൻ അയങ്കിയെ പിടികൂടാനായിട്ട് പ്രത്യേക സംഘത്തെയൊക്കെ തന്നെ ഇവിടെ നിയോഗിച്ചിരുന്നു. ദക്ഷിണ മേഖല IG ആയിരുന്നു അതിന്റെ ഏകോപന ചുമതലയൊക്കെ തന്നെ വഹിച്ചിരുന്നത്. അതിനിടയിലാണ് കണ്ണൂരിൽ വെച്ച് ഇന്ന് പുലർച്ചെ 2:30 അർജുൻ അയങ്കിയെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. പോലീസ് പറയുന്നത് വളരെ സാഹസികമായി അർജുൻ അയങ്കിയെ പിടികൂടി എന്നാണ്. പക്ഷേ പോലീസിന് തന്നെ വലിയൊരു നാണക്കേടുണ്ടാക്കിയ സംഭവം തന്നെയാണ് അർജുൻ അയങ്കിയുടേത്. കാരണം അർജുൻ അയങ്കി ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് നേരെ തൃശ്ശൂർ വഴി കണ്ണൂര്, ജന്മസ്ഥലമായിട്ടുള്ള അഴീക്കോട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് എത്തിയ സമയത്തൊന്നും തന്നെ പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഈ പോകുന്ന വഴിക്കൊക്കെ തന്നെ ഓരോ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അർജുൻ അയങ്കി പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടക്കം വെല്ലുവിളിക്കുന്നുണ്ട്, കേരള പോലീസിനെ വെല്ലുവിളിക്കുന്നുണ്ട്. പിടിക്കാമെങ്കിൽ പിടിച്ചു എന്നുള്ള തരത്തിലൊക്കെ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പങ്കുവെച്ചത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രി കൂടി ഒരു വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അതിലുൾപ്പെടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ഈ കടലിൽ കാണാതെ പോയ അവരുടെ ബോട്ടിലായിരുന്നു താൻ ഉള്ളതെങ്കിൽ ഒരുപക്ഷെ പോലീസിന് അവരെങ്കിലും രക്ഷിക്കാൻ പറ്റിയേനെ, അല്ലെങ്കിൽ കാരണം ആ വെടിവെച്ചിടണം എന്നുള്ളൊരു നിർദ്ദേശം പുറത്തു വന്ന ഒരു സാഹചര്യത്തിലായിരുന്നു അത്തരമൊരു പോസ്റ്റിലേക്ക് അത് പങ്കുവയ്ക്കുന്ന തരത്തിലേക്ക് അർജുൻ അയങ്കി മാറിയത്. അതിനുശേഷവും തന്നെ പിടികൂടാമെങ്കിൽ പിടികൂടിക്കോ എന്ന തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ തന്നെ അർജുൻ അയങ്കി നടത്തിയിരുന്നു. ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയും അങ്ങനെ ഒടുവിലാണ് പോലീസിന് അത് നാണക്കേട് ഉണ്ടാക്കുന്നുണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്തിക്കൊണ്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അർജുൻ അയങ്കിക്ക് വേണ്ടിയിട്ട് വല വിരിച്ചത്. ആദ്യഘട്ടത്തിൽ പോലീസ് ഇക്കാര്യത്തിൽ ഒരു നിരുത്സാഹം കാട്ടിയെന്ന് പറയേണ്ടി വരും. കാരണം അർജുൻ അയങ്കിയെ പോലെയുള്ള ഒരു വ്യക്തി, കുപ്രസിദ്ധനായിട്ടുള്ള ഒരു കുറ്റവാളി തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വെല്ലുവിളി നടത്തിയ സാഹചര്യത്തിൽ പ്രാഥമികമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് കാലതാമസം ഉണ്ടായി. ഒടുവിൽ ആഭ്യന്തരമന്ത്രിക്കെതിരെ വെല്ലുവിളി നീങ്ങിയ ഘട്ടത്തിലാണ് വലിയ രീതിയിൽ ചർച്ച ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് അർജുൻ അയങ്കിയെ പിടികൂടണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതും. വ്യാപകമായിട്ട് അർജുൻ അയങ്കിയുടെ അടുപ്പമുള്ള സുഹൃത്തുക്കളെയും അതോടൊപ്പം തന്നെ അടുത്ത ബന്ധുക്കളെയും കരുതൽ തടങ്കലിലാക്കി ചോദ്യം ചെയ്തു വരികയും ചെയ്തിരുന്നത്. അതിനിടയിൽ പലരെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. അതിൽ നിന്ന് അർജുൻ അയങ്കി എവിടെയൊക്കെ സഞ്ചരിച്ചു, ഏത് വഴിയൊക്കെ പോയി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുകയായിരുന്നു ഉദ്ദേശം. പക്ഷേ പലപ്പോഴും അവിടെയൊക്കെ തന്നെ പരാജയപ്പെട്ടിരുന്നു. നേരത്തെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് അർജുൻ അയങ്കിയെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. കണ്ണൂർ ടൗണിലേക്ക് ഈ പറയുന്ന അർജുൻ അയങ്കി എത്തിയ ഘട്ടത്തിൽ പോലും പോലീസിന് അറിവുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് വളരെ വലിയ നാണക്കേടാണ്. കേരള പോലീസിനെ സംബന്ധിച്ച് സംവിധാന
സംവിധാനങ്ങളൊന്നും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് വേണം ഈ ഒരു കാര്യത്തിലൂടെ മനസ്സിലാക്കാനായിട്ട്. പോലീസ് ഓടിച്ചിട്ട് പിടികൂടി എന്നൊക്കെ പറയുമ്പോൾ സാഹസികതയാണ് പറയുന്നത്. പക്ഷേ ഒരു ചെറിയൊരു കുറ്റവാളിയെ പിടികൂടാനായിട്ട് കേരള പോലീസിന് സാധിക്കുന്നില്ല എങ്കിൽ എന്ത് സംവിധാനങ്ങളാണ് പോലീസിനുള്ളത് എന്നുള്ളൊരു ചോദ്യം സാധാരണക്കാരെ ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി ആഭ്യന്തര വകുപ്പിനോ മന്ത്രിക്കോ അല്ലെങ്കിൽ കേരള പോലീസിന്റെ സംസ്ഥാന മേധാവിക്കോ ഉണ്ടാകില്ല. എന്തായാലും ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്ന് നേരെ കോതമംഗലത്തേക്ക് എത്തിക്കണം. ഇവിടെയാണ് പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള കേസുള്ളത്. ഈ കേസിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നേരത്തെ പലവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട അർജുനായിക്കെതിരെ നിരവധി കേസുകളുണ്ട്. നിരവധി കേസുകളിൽ പ്രതികളാണ്. അതിനിടയിൽ കോതമംഗലത്ത് ഒരു റിസോർട്ടിൽ അർജുനായിക്കും കൂട്ടാളികളും സംഘം ചേർന്നിരുന്നു. അത് ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഘം ചേരലാണെന്ന് ചൂണ്ടിക്കാട്ടി കോതമംഗലം CI അതോടൊപ്പം തന്നെ ഊന്നുകൽ SHO ഇവർ ഈ അർജുനായിക്കെയും കൂട്ടാളികളെയും കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിൽ പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ വേളയിലാണ് കള്ളക്കേസ് ഉണ്ടാക്കി തന്നെ കുടുക്കിയതാണ്. അതുകൊണ്ട് തന്നെ CIക്കെതിരെ അല്ലെങ്കിൽ തന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികാര നടപടി ഉണ്ടാകുമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയ വഴി അർജുനായെങ്കി ഒരു വെല്ലുവിളി നടത്തുന്നത്. അതായത് പെൻഷൻ പറ്റി ജീവിക്കാമെന്നുള്ള വ്യാമോഹമൊന്നും ഈ പറയുന്ന CIക്ക് വേണ്ട എന്ന തരത്തിലായിരുന്നു അർജുനായെങ്കിയുടെ ഭീഷണി. അതൊരു വധഭീഷണി എന്ന് തന്നെ വിലയിരുത്തിക്കൊണ്ടാണ് പോലീസ് പിന്നീട് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തത്. അതിൽ FIR ഇട്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അതിനിടയിൽ തുടരെ മണിക്കൂറുകൾ ഇടവിട്ട് തന്നെ ഈ വെല്ലുവിളി തുടരുകയും മന്ത്രിക്കെതിരെ പോലും വെല്ലുവിളി നടത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പിന്നീട് ഇതിൽ വ്യക്തമായിട്ടുള്ള ജാഗ്രതയോട് കൂടിയുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് പോലീസ് നിർബന്ധിതരാകുന്നത്. എന്തായാലും അതിനിടയിൽ ഈ കൊച്ചിയിൽ വന്നു പോവുകയും ചെയ്തിരുന്നു. ടോൾ പ്ലാസ കടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. കണ്ണൂരിൽ അർജുനായിയുടെ കാർ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കണ്ണൂർ ടൗണിൽ തന്നെ അർജുനായിക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പോലും ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവെക്കുന്ന വേളയിൽ കണ്ണൂരിൽ തന്നെ അർജുനായിക്ക് ഉണ്ട് എന്നാണ് കരുതുന്നത്. അപ്പോൾ പോലും അവിടുത്തെ ടൗൺ പോലീസിനോ അല്ലെങ്കിൽ അവിടുത്തെ കമ്മീഷണർക്കോ ഒന്നും തന്നെ അർജുനായിക്ക് എന്തുകൊണ്ട് പിടികൂടാൻ സാധിച്ചില്ല. അതൊരു പക്ഷേ ഈ അർജുനായിക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കണ്ണൂരിൽ ഉള്ള ഒരു സ്വാധീനം തന്നെയാണ്. പാർട്ടിക്കിടയിൽ ഉള്ള ഒരു സ്വാധീനം. നിലവിൽ ചുമതലകളൊന്നും ഇല്ല എങ്കിലും നേരത്തെ എം വി ജയരാജനൊക്കെ പറഞ്ഞത് സംഘടനാപരമായിട്ട് യാതൊരു ബന്ധവും അർജുനായിക്ക് ഇല്ല എന്നാണ്. പക്ഷേ ഇപ്പോഴും സൈബർ ഇടത്തിൽ എല്ലാ തരത്തിലും പ്രവർത്തിക്കുന്നത് CPMന് വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെ CPMന്റേതായിട്ടുള്ള ചില സൈബർ അണികളുടെ ഭാഗത്തു നിന്നും എല്ലാവിധ പിന്തുണയും നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും എല്ലാ കാര്യങ്ങളിലുമുള്ള ഒരു പിന്തുണയും അർജുനായിക്ക് ലഭിക്കുന്നു. അങ്ങനെയാണ് ഈ കണ്ണൂർ ടൗണിൽ ഒരു പേടിയും കൂടാതെ ഈ കേസും ഈ കോലാഹലങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ പോലും അർജുനായിക്ക് സ്വൈരവിഹാരം നടത്താൻ സാധിച്ചത്. അതിനിടയിൽ നിയമസഹായം തേടിക്കൊണ്ട് അഭിഭാഷകരുടെ മുന്നിലെത്തി. ആ ഘട്ടത്തിലാണ് പോലീസിന് പിടികൂടാൻ സാധിച്ചത്. അതും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പോലീസിന് ഇയാളെ പിടികൂടാൻ സാധിച്ചത് എന്നുള്ളതാണ് ഏറെ ഗൗരവകരമായിട്ടുള്ള കാര്യം. കാരണം ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ വഴി എല്ലാ സന്ദേശങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ലൊക്കേഷൻ ട്രേസ് ചെയ്തുകൊണ്ട് സംസ്ഥാന പോലീസിന് അർജുനായിക്ക് പിടികൂടാൻ സാധിക്കാതിരുന്നത്? ഇതൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും ചോദ്യമായിട്ട് ഉയർന്നതാണ്. നമുക്കറിയാം, ഒരു താരതമ്യത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ കൗൺസിലറായിട്ടുള്ള R സുഗതനെയൊക്കെ തന്നെ വീട് വളഞ്ഞിട്ടാണ് കേരള പോലീസ് പിടികൂടിയത്. പക്ഷേ ആ ഒരു രീതിയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സമീപനം ഒന്നും തന്നെ അർജുനായിയുടെ കാര്യത്തിൽ ഉണ്ടായില്ല. വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ മാത്രമാണ് കേരള പോലീസ് ചെറുതായിട്ടെങ്കിലും ഒന്ന് അനങ്ങിയത്, ആഭ്യന്തര വകുപ്പും ഒന്ന് അനങ്ങിയത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനിയുള്ള നടപടികൾ എന്ന് പറയുന്നത് കോതമംഗലത്തേക്ക് കൊണ്ടുവരിക, കോതമംഗലത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസിൽ ചോദ്യം ചെയ്യുക, അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. ഇന്ന് കോടതി അവധിയാണ്, അതുകൊണ്ട് ജഡ്ജിന് മുന്നിൽ നേരിട്ട് ഹാജരാക്കുകയായിരിക്കും പതിവ്. എന്തായാലും അങ്ങനെ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ ആവശ്യമെങ്കിൽ ഒരുപക്ഷെ കസ്റ്റഡി അപേക്ഷ പോലീസ് അടുത്ത ദിവസം കോടതിയിൽ സമർപ്പിക്കും. ആ രീതിയിലുള്ള നടപടിക്രമങ്ങളായിരിക്കും ഇനി ഉണ്ടാകുക. എന്തായാലും ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് കുറച്ച് ഗൗരവകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം CIക്കെതിരെ വധഭീഷണിയാണ് ഉണ്ടായിരിക്കുന്നത്. അതും നിരന്തരം ആ വധഭീഷണി തുടർന്നു എന്നുള്ളതാണ് അതിന്റെ ഗൗരവം വ്യക്തമാക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള നടപടികൾക്ക് ADGPയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും തീരുമാനങ്ങൾ കൈക്കൊള്ളുക. ക്രമസമാധാന ചുമതലയുള്ള ADGP ഇതിന് നേതൃത്വം വഹിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. രാഖി, എന്തായാലും രേഷ്മ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം രാഖി ശ്രദ്ധിച്ചു. അതായത് നമ്മുടെ സുഗതനെ പിടികൂടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ആകാശികൾ നോക്കി നിൽക്കെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു കൗൺസിലർ പിടികൂടുകയാണ്. അതായത് അവിടെ പോലീസ് ഒരു ഗുണ്ടയെ പോലെയാണ് അന്ന് പെരുമാറിയത്. ആകാശത്തേക്ക് വെടിവെക്കുന്നു, വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ആ പോലീസിനെ ഒരു CIയെ അങ്ങ് കാച്ചിക്കളയുമെന്നുള്ള തരത്തിൽ ഒരു CPM ഗുണ്ട ഇത്ര
ഇത്ര വലിയ ഒരു ഭീഷണി നടത്തിയിട്ട് എത്ര ദിവസമെടുത്തു ഇപ്പോഴെങ്കിലും ഒന്ന് പിടികൂടാൻ? അതിനും അതായത് രേഷ്മ പറഞ്ഞ ഒരു വാക്കുണ്ട്, അതായത് അപ്പോഴാണ് ഒരു ഓട്ടോ ഡ്രൈവർ വിവരം നൽകിയപ്പോഴാണ് ചെന്നിത്തല പോലീസ് ഒന്ന് അനങ്ങിയത് എന്നുള്ളതാണ്. അതായത് അനങ്ങിയതല്ല, ശരിക്കും അനക്കിയതാണ്. ഈ ഓട്ടോ ഡ്രൈവറുടെ സന്ദേശം മാത്രമല്ല, ഈ എന്താണ് ഈ അർജുൻ ആയങ്കി, കൊടും ക്രിമിനലായ അർജുൻ ആയങ്കി തന്നെ നിരന്തരം പോസ്റ്റ് ഇടുകയാണ്. ഈ പോലീസ് ഒന്ന് ഇങ്ങനെ അണഞ്ഞു പോകുമ്പോഴേ അർജുൻ ആയങ്കി തന്നെ പോസ്റ്റ് ഇടുകയാണ്, എന്നെ പിടിക്കാമെങ്കിൽ പിടിച്ചോ, ഞാൻ അവിടെ കാണും, ഞാൻ ഇവിടെ കാണും, ഒപ്പം തന്നെ എന്താണ് എന്നെ പിടിച്ച ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അങ്ങനെ നിരന്തരം പോസ്റ്റ് ഇട്ട് ഒന്ന് അണയുന്ന പോലീസിനെ ഒന്ന് ഉണർത്തുകയാണ്. അതാണ് രാവും പകലും അർജുൻ ആയങ്കി പോസ്റ്റ് ഇട്ടത് കൊണ്ട് ഇപ്പോൾ ഏകദേശം പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അല്ലായിരുന്നെങ്കിൽ പോലീസ് അങ്ങ് ഇതും ആലസ്യത്തിൽ വിട്ടേനെ. അതായത് ഒരു CIക്ക് നേരെ ഇത്രയും വലിയൊരു ഭീഷണി, വധഭീഷണി മുഴക്കിട്ടോ, അതായത് ജാമ്യം പോലും കിട്ടാത്ത വകുപ്പാണ്, അങ്ങനെ കൊലപ്പെടുത്തും എന്ന തരത്തിൽ ഭീഷണി മുഴക്കുമ്പോൾ പോലും ഈ അർജുൻ ആയങ്കിയെ പോലുള്ളവർക്ക് ഇവിടെ സ്വൈരവിഹാരം ഇഷ്ടമുള്ളിടത്തൊക്കെ നടക്കാം, തോന്നുംപടിയൊക്കെ ചായ കുടിക്കാം, ടോൾ പ്ലാസയിലൂടെ പോകാം. അങ്ങനെ എന്തായാലും രേഷ്മ, മറ്റൊരു കാര്യം കൂടെ, ഈ ഇത്രയും ദിവസം അർജുൻ ആയങ്കി വളരെ സുഗമമായി ജില്ലകൾ തോറും ടൂർ നടക്കുന്നത് പോലെ പോയിരുന്നു. എന്തായാലും ഇതിനൊക്കെ എന്തായാലും അർജുൻ ആയങ്കിക്ക് കൃത്യമായ സഹായങ്ങൾ ലഭിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അത് മാത്രമല്ല രാഗി, ഈ പോസ്റ്റുകൾക്ക് കീഴേ വരുന്ന ഒരു സപ്പോർട്ടുണ്ട് അർജുൻ ആയങ്കിക്ക്. എവിടുന്നാണ് ഈ സപ്പോർട്ട് വരുന്നത്? ഈ CPM ഗുണ്ടയ്ക്ക് നൽകുന്ന സപ്പോർട്ട് അത് CPM അണികളിൽ നിന്നു തന്നെയുള്ളതാണ്. തീർച്ചയായും. അപ്പോൾ പല CPM അണികൾ തന്നെയാകണം ഇത്തരത്തിൽ ഒളിത്താവളം ഒരുക്കുന്നതിനും എല്ലാവിധ പിന്തുണയും നൽകി അർജുൻ ആയങ്കിക്കൊപ്പം നിന്നിരുന്നത് എന്ന് നമുക്ക് കരുതേണ്ടി വരും. ഇത്തരത്തിൽ ഒളിത്താവളം ഒരുക്കാൻ സഹായിച്ച ആളുകളിലേക്ക് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ഏതെല്ലാം കൂട്ടാളികളെയാണ് ഇതിനോടകം പോലീസ് പിടികൂടിയിട്ടുള്ളത്? ഇനിയും അവരുടെ അറസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ രേഷ്മ? അതെ, അതായത് നേരത്തെ തൃശ്ശൂർ വെച്ചിട്ട് അർജുൻ ആയങ്കിയുടെ ഏറ്റവും അടുത്ത ബന്ധുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അത് അർജുൻ ആയങ്കിക്ക് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ചെയ്യുകയും അർജുൻ ആയങ്കിയുടെ ഒപ്പം ഉണ്ടായിരിക്കുന്ന വ്യക്തിയാണെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ അടുത്ത ബന്ധുവിനെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഈ ഒളിത്താവളങ്ങൾ ഒരുക്കിയ ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കും പോലീസ് സംഘം കടക്കും. കാരണം ഈ കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് കണ്ണൂർ ഇതുവഴിയുള്ള എല്ലാ യാത്രകൾക്കും പിന്തുണയും സഹായവും ലഭ്യമായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. കണ്ണൂർ ടൗണിലെത്തിയ ഘട്ടത്തിൽ പോലും കൃത്യമായിട്ട് ട്രേസ് ചെയ്ത് പിടികൂടാനായിട്ട് പോലീസിന് സാധിച്ചതുമില്ല. ഇതിൽ കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ട് എന്നുള്ള ഒരു അനുമാനവും നിഗമനവും പോലീസിനുണ്ട്. കാരണം അർജുൻ ആയങ്കിയുടെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അർജുൻ ആയങ്കി ആത്യന്തികമായിട്ട് ഒരു CPM പ്രവർത്തകൻ തന്നെയാണ്. അത് CPM നേതാക്കളോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം തള്ളിക്കളഞ്ഞാലൊന്നും തന്നെ അത് പോകത്തുമില്ല. കാരണം അർജുൻ ആയങ്കി തന്നെ സൈബർ ഇടങ്ങളിൽ സജീവമായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന്റെ എതിരാളികളെ വെല്ലുവിളിക്കുകയും പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാനായിട്ട് താൻ തയ്യാറാണെന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നിരന്തരം പോസ്റ്റുകൾ പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നേരത്തെ DYFIയുടെ തന്നെ ചുമതല ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഈ കൊട്ടേഷൻ ടീമിലേക്കൊക്കെ വന്ന സ്വർണ്ണക്കടത്തിലേക്കൊക്കെ വന്ന ഘട്ടത്തിലാണ് അത് പാർട്ടിക്ക് ഒരു തലവേദനയായതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി തന്നെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയത്. CPMന്റെ ഒരു സാധാരണ ഒരു രീതിയുണ്ട്, CPMന് ഒരു ഗുണ്ടാ സംഘവും അതോടൊപ്പം തന്നെ ഒരു ബൗദ്ധിക സംഘവും എവിടെ ഉണ്ടാകും. അതായത് സംഘടനാ കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഭൗതികപരമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ഈ ഭൗതിക നിലവാരമുള്ള സംഘം ആയിരിക്കും. പക്ഷേ എതിരാളികളെ കൊല്ലുക, അതോടൊപ്പം തന്നെ അവരെ അടിച്ചമർത്തുക, അവർക്ക് മേൽ അവരെ ആക്രമിക്കുക, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഈ കൊട്ടേഷൻ സംഘം അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങളാണ്. അതിൽ ഒരാളായിരുന്നു ഈ അർജുൻ ആയങ്കി. അങ്ങനെ DYFIയുടെ ഈ സംഘടനാ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഘട്ടത്തിൽ ഈ കൊട്ടേഷൻ ടീമിനൊപ്പം തന്നെയായിരുന്നു അല്ലെങ്കിൽ കൊട്ടേഷൻ രീതികൾ തന്നെയായിരുന്നു അർജുൻ ആയങ്കി തുടർന്ന് പോരുന്നത്. പിന്നീട് ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് മാറുന്നു. കാരണം ഈ കൊട്ടേഷൻ ഈ കണ്ണൂരിലെ രാഷ്ട്രീയ ആക്രമണങ്ങളൊക്കെ തന്നെ കുറഞ്ഞു വന്ന ഘട്ടത്തിൽ അവിടുത്തെ കൊട്ടേഷൻ സംഘങ്ങൾ ചെയ്തത് നേരെ സ്വർണ്ണക്കടത്തിലേക്ക് പോയി. അങ്ങനെ ഈ വിദേശത്ത് നിന്നും കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം തട്ടിയെടുക്കുന്ന സംഘത്തിലെ പ്രധാനിയായിട്ട് അർജുൻ ആയങ്കി മാറിയതോടുകൂടിയാണ് വലിയ രീതിയിൽ അർജുൻ ആയങ്കി എന്നുള്ള പേര് കേരളക്കര കേട്ടത്. അതിന് തൊട്ട് പിന്നാലെ ഈ സോഷ്യൽ മീഡിയ വഴി വലിയൊരു ആരാധക വൃന്ദം ഈ അർജുൻ ആയങ്കിക്ക് ഉണ്ടായിരുന്നു. ഈ കേരളം എമ്പാടുമുള്ള CPMന്റെ സൈബർ പോരാളികൾ പിന്തുടരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അർജുൻ ആയങ്കി. അങ്ങനെ ഈ സ്വർണ്ണക്കടത്ത് കേസുകളിലൊക്കെ തന്നെ പ്രതിയാക്കപ്പെട്ട ഘട്ടത്തിൽ അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പിന്നീട് ഹൈക്കോടതിയിലെ കമ്മിറ്റി അത് ഒഴിവാക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു.
ഈ കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസാണ് ഏറ്റവും സുപ്രധാനമായിട്ടും അർജുൻ ആങ്കിക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ്. അതിന് തൊട്ട് പിന്നാലെ നമുക്കറിയാം 2021 രാമനാട്ടുകരയില് ഒരു 5 യുവാക്കൾ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട ഒരു കേസുണ്ട്. അത് സ്വർണ്ണം പൊട്ടിക്കൽ കേസാണ്. അതിലെ മുഖ്യപ്രതി കൂടിയാണ് ഈ കുപ്രസിദ്ധനായിട്ടുള്ള അർജുൻ ആയങ്കി. കാരണം ഈ 5 യുവാക്കൾ കൊല്ലപ്പെടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ കടത്തിക്കൊണ്ടുവന്ന സ്വർണം ഈ യുവാക്കളുടെ പക്കൽ ഉണ്ടായിരുന്നു. ആ വാഹനം ഇടിച്ച് അപകടം ഉണ്ടാക്കിയത് ഈ പറയുന്ന ആ ഒരു ആസൂത്രണ സംഘമുണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് അർജുൻ ആയങ്കി ആണെന്നായിരുന്നു അന്നത്തെ കണ്ടെത്തൽ. അങ്ങനെ കുപ്രസിദ്ധമായിട്ടുള്ള എല്ലാ കേസുകളിലും കുറ്റവാളിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അർജുൻ ആയങ്കി. അതിനിടയിലാണ് ഈ പറയുന്ന അർജുൻ ആയങ്കി കോതമംഗലത്ത് വന്ന ഒരു റിസോർട്ടിൽ സംഘം ചേർന്നത്. അതിൽ കൂട്ടാളികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിലൊരു ക്രിമിനൽ ഗൂഢാലോചന മണത്തുകൊണ്ടായിരുന്നു അന്ന് പോലീസ് കേസെടുത്തത്. അത് പക്ഷേ കള്ളക്കേസാണെന്നാണ് അർജുൻ ആയങ്കി പറയുകയും പിന്നീട് ഈ പറയുന്ന കേസെടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ പ്രതികാര നടപടി തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന തരത്തിൽ ഒരു വധഭീഷണിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതും അത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ പശ്ചാത്തലത്തിനൊക്കെ തന്നെ കാരണമായിട്ടും വന്ന് ഭവിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ അർജുൻ ആയങ്കിക്കെതിരെ അനവധി കേസുകളുണ്ട്. അർജുൻ ആയങ്കിയെ സംസ്ഥാനത്തെമ്പാടും സഹായിക്കാനായിട്ട് ആളുകളുണ്ട്. അതൊക്കെ തന്നെ ഈ വാർത്തയിലേക്ക് തന്നെയാണ് മടങ്ങിയെത്തുന്നത് അല്ലേ രേഷ്മ? തുടരുക. വളരെ നിർണായകമായ അറസ്റ്റാണ് ഇന്ന് ഉണ്ടായത്. അർജുൻ ആയങ്കി വലയിലായിട്ടുണ്ട്. തുടർ നടപടികൾ ഇവിടെ കണ്ണൂരിൽ പുരോഗമിക്കുകയാണ്. മാത്രമല്ല അർജുൻ ആയങ്കി കുടുങ്ങി, ഒരു ഓട്ടോറിക്ഷക്കാരൻ കുടുക്കി എന്ന് പറയേണ്ടി വരുന്നു.